മണ്ണിൻ്റെ ചുമര് മഴ കൊള്ളാതെ വെയിൽ കൊള്ളാതെ പ്രൊട്ടക്റ്റ് ചെയ്യുക എന്നുള്ളതാണ് പ്രധാനപ്പെട്ടൊരു കാര്യം. രണ്ടാമത്തെ ഒരു വെല്ലുവിളി എന്നുള്ളത് ചെതലാണ്. ഈ ചെതൽ നമുക്ക് വീട് പണി കഴിഞ്ഞ ശേഷം ഫ്ലോറിന് മുമ്പ് നമുക്ക് ചെതലിൻ്റെ ട്രീറ്റ്മെൻറ്റ് നടത്തിയാൽ ഒരു പരിധി വരെ കുറേ കാലത്തേക്ക് ചെതലിനെ അകറ്റി നിർത്താം. നമ്മൾ ഉപയോഗിക്കുന്ന മണ്ണ്, അതിൻ്റെ ഒരു സെലക്ഷൻ വളരെ പ്രധാനമാണ്. ഇതിൽ സാധാരണ നമുക്ക് ഈ പാടത്ത് കാണുന്ന ക്ലേ ആണ് ഉപയോഗിക്കുന്നത് എന്നുള്ളൊരു തെറ്റിദ്ധാരണ എല്ലാവർക്കും ഉണ്ട്. അതല്ല, ഈ മണ്ണ് നമുക്ക് നാട്ടിൻപുറത്ത് കാണുന്ന മണ്ണ് തന്നെയാണ് ഇതിന് ഉപയോഗിക്കുന്നത്. അതിൻ്റെ ഉള്ളിൽ കിടക്കുന്ന ഇലകൾ, അങ്ങനെ വലിയ വലിയ കല്ലുകളൊക്കെ എടുത്ത് മാറ്റി അതിൻ്റെ ഒരു ക്ലേ കണ്ടൻറ്റ് ഒന്ന് നോക്കണം. ഒരു 25% മേലെ പോവാതെയും 15% താഴെ പോവാതെയുള്ള അത്തരത്തിലുള്ള മണ്ണ് ഉപയോഗിച്ചിട്ടാണ് ഇത്തരത്തിലുള്ള വീടുകൾ. ഈ ക്ലേ കണ്ടൻറ്റ് അഥവാ ഇനി കുറച്ച് കൂടുതലുണ്ടെങ്കിൽ പ്രതിവിധി മണൽ ആഡ് ചെയ്യുക എന്നുള്ളത്. അതുപോലെ ഉമി, ഒന്നെങ്കിൽ ഉമി അല്ലെങ്കിൽ വൈക്കോല്, ഇത് രണ്ട് ആഡ് ചെയ്തുകൊണ്ട് നമുക്കതിൻ്റെ വരാൻ പോകുന്ന ക്രാക്ക് മിനിമൈസ് ചെയ്യാം. പിന്നെ പലരും സിമൻറ്റ് ഇതിൻ്റെ ഉള്ളിൽ ആഡ് ചെയ്യുന്നുണ്ട്. ആഡ് ചെയ്യുന്നത് എപ്പോഴും നല്ലതാണ്. സിമൻറ്റ് അല്ലെങ്കിൽ ലൈമിൻ്റെ ഒരു ഉപയോഗമൊക്കെ കുറവാണ്. ഇപ്പോൾ അതിൻ്റെ പ്രൊഡക്ഷൻ കുറഞ്ഞു വരികയാണ്. അപ്പോൾ നമുക്ക് ഈസിലി അവൈലബിൾ ഒരു മെറ്റീരിയൽ നിലയ്ക്ക് സിമൻറ്റ് നമുക്ക് ആഡ് ചെയ്യാം. അത് ചിലർ 5% to 10% വരെ ആഡ് ചെയ്യും.